നമസ്കാരം. പാകിസ്ഥാൻ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ അല്ല, സൈനിക മേധാവി അസിം മുനീറിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിരുന്നൊരുക്കിയത്. ആ അസിം മുനീർ ആണ് ജമ്മു കശ്മീർ പാകിസ്ഥാന്റെ കഴുത്താണെന്ന് പ്രസംഗിച്ചത്. ആ അസിം മുനീറാണ് ഇന്ത്യയെ പാഠം പഠിപ്പിക്കുമെന്ന് പ്രസ്താവിച്ചത്. ആ അസിം മുനീറാണ് ഒളിയുദ്ധം നയിക്കുകയാണെന്ന് ഇന്ത്യ ആരോപിച്ചത്. ആ അസിം മുനീറിനെയാണ് ജിഹാദി ജനറൽ എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിശേഷിപ്പിച്ചത്. ആ അസിം മുനീർ ഒടുവിൽ അമേരിക്കയുടെ പ്രിയപ്പെട്ടവനായി വൈറ്റ് ഹൗസിലേക്ക് നടന്നുകയറി. യുദ്ധം ജയിച്ചു വരുന്നയാൾക്കെന്ന പോലെ പ്രസിഡന്റ് ട്രംപ് സ്വീകരണമൊരുക്കി. തൊട്ടപ്പുറത്ത് കാനഡയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്ന അതേ സമയത്താണ് പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് പ്രസിഡന്റ് ട്രംപ് ചുവപ്പ് പരവതാനി വിരിച്ചത്. ഇന്ത്യ നയതന്ത്ര രംഗത്ത് ഇതുപോലെ ചൂളിപ്പോയ ഒരു നിമിഷം വേറെയില്ല. സ്പോട്ട് ലൈറ്റിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ പട്ടാള മേധാവിക്ക് അമേരിക്കയുടെ വിരുന്ന്. ഈ വിരുന്നിൽ നിന്നുണ്ടായ സന്ദേശം എന്താണ്? ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ അവസാനിച്ചത് തന്റെ ഇടപെടൽ കൊണ്ടാണെന്ന ട്രംപിന്റെ വീരവാദം ശരിയാണെന്ന് സ്ഥാപിക്കാനായി. ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് പാകിസ്ഥാൻ പട്ടാളം പോരാട്ടം നിർത്തിയതെന്ന സന്ദേശം നൽകാനായി. ഒരു ഇടനിലയും ഉണ്ടായിരുന്നില്ലെന്ന് ഇന്ത്യ പറയുമ്പോഴും പാകിസ്ഥാന്റെ കാര്യത്തിൽ അമേരിക്ക ഇടപെട്ടുവെന്ന ധ്വനിയുണ്ടായി. ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് വെടിനിർത്തലാകാം എന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ അറിയിച്ചതെന്നാണ് ഈ സന്ദർശനം നൽകുന്ന സന്ദേശം. പാകിസ്ഥാൻ മുമ്പ് അമേരിക്കയുടെ പങ്കാളിയായിരുന്നു. പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്നാണ് ആ ബന്ധത്തെ ഇന്ത്യ വിശേഷിപ്പിച്ചിരുന്നത്. അന്നൊക്കെ റഷ്യയായിരുന്നു ഇന്ത്യയുടെ ബന്ധു. പാകിസ്ഥാൻ ചൈനയോട് അടുത്തതോടെ അമേരിക്കയുമായി അകന്നു എന്നായിരുന്നു സങ്കല്പം. പുറത്തു കാണുന്നതല്ല അകത്ത് നടക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഈ സ്വീകരണം. എന്തിനാണ് പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് അമേരിക്കൻ പ്രസിഡന്റ് വിരുന്നൊരുക്കുന്നത്? പാകിസ്ഥാനിൽ ഭരണമേറ്റെടുക്കാൻ വെമ്പി നടക്കുന്ന സൈനിക മേധാവിക്ക് അതിന് അനുവാദം നൽകുകയാണോ പ്രസിഡന്റ് ട്രംപ് ചെയ്തത്? നയതന്ത്ര ചരിത്രത്തിൽ തന്നെ അസാധാരണമായ സംഭവമാണ് അമേരിക്കയിൽ നടന്നത്. രാജ്യത്തെ ഭരണാധികാരികൾക്കല്ലാതെ പട്ടാള തലവന് വൈറ്റ് ഹൗസിൽ വിരുന്നൊരുക്കുന്ന പതിവില്ല. അങ്ങനെ ഒരു രാജ്യം വിരുന്നൊരുക്കിയാൽ ആതിഥേയൻ പട്ടാള മേധാവിയാകും. എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. പ്രസിഡന്റ് ട്രംപ് രണ്ടാം വട്ടം അധികാരത്തിലെത്തിയപ്പോൾ സ്വീകരിച്ചവരുടെ പട്ടിക നോക്കുക. ജോർദാനിലെ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ബിൻ അൽ ഹുസൈൻ, സാൽവദോർ പ്രസിഡന്റ് നൈബ് ബുക്കലെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി, കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗഹസ്റ്റോ, ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോ. ഇങ്ങനെ പോകുന്ന സ്വീകരിച്ചവരുടെ പട്ടിക. ഇതിലൊന്നും വേറൊരു രാജ്യത്തിന്റെയും സൈനിക മേധാവിമാരില്ല. അങ്ങനെ സ്വീകരണം കിട്ടിയ ഏക സൈനിക മേധാവിയാണ് പാകിസ്ഥാന്റെ അസിം മുനീർ. പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ അല്ലാതെ ഉപപ്രധാനമന്ത്രിക്കോ വൈസ് പ്രസിഡന്റിനോ പോലും പ്രസിഡന്റ് വിരുന്നു നൽകുന്ന പതിവ് അമേരിക്കയിലില്ല. ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പാർലമെന്ററി സംഘം ചെന്നപ്പോൾ പ്രസിഡന്റിനെ കാണാൻ പോലും കഴിഞ്ഞില്ല. അതേ ട്രംപാണ് പാകിസ്ഥാനിലെ സൈനിക മേധാവിക്ക് സ്വീകരണമൊരുക്കിയത്. ഇസ്രയേലിനൊപ്പം യുദ്ധത്തിന് ചേർന്നാൽ പാകിസ്ഥാൻ ആകും അമേരിക്കയുടെ അടിസ്ഥാന ക്യാമ്പ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അഫ്ഗാൻ യുദ്ധത്തിലും പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് സപ്രമഞ്ചക്കട്ടിൽ ഒരുക്കിയിരുന്നു. ഇസ്രയേലിനൊപ്പം നേരിട്ട് ചേരില്ലെങ്കിലും അമേരിക്കയ്ക്ക് ശയ്യയൊരുക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നാണ് ഈ സ്വീകരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പകരം അസിം മുനീറിന് രാഷ്ട്രീയ അധികാരം നേടാനുള്ള പിന്തുണയും അമേരിക്ക നൽകിയേക്കും. ഡൊണാൾഡ് ട്രംപ് ഈ സ്വീകരണം ഒരുക്കിയതിലൂടെ ഇന്ത്യയെ അപമാനിച്ചോ എന്നാണ് ചോദ്യം. കാനഡയിൽ G7 ഉച്ചകോടിക്ക് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മടങ്ങും വഴി അമേരിക്കയിൽ ഒന്ന് ഇറങ്ങിപ്പോകണം എന്നാവശ്യപ്പെട്ടത് ശരിയാണ്. മുൻ നിശ്ചയിച്ച പരിപാടികൾ ചൂണ്ടിക്കാണിച്ച് പ്രധാനമന്ത്രി അത് നിരസിക്കുകയും ചെയ്തു. എന്നാൽ പ്രധാനമന്ത്രി അമേരിക്കയിൽ ചെന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതേ സമയത്ത് തന്നെയാണ് പാകിസ്ഥാന്റെ പട്ടാള മേധാവിക്കും അമേരിക്ക സ്വീകരണം ഒരുക്കിയത്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ഇടനില നിന്നു എന്ന് വീമ്പിളക്കിയ ട്രംപിന് അടുത്ത ആയുധം കൂടി അതോടെ കിട്ടും. ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേ മേശയ്ക്ക് അപ്പുറമിപ്പുറം ഇരുത്തി ചർച്ച നടത്തി എന്നാകും പിന്നീട് പറയാൻ പോകുന്നത്. ആ നാണക്കേടിൽ നിന്ന് കഷ്ടിച്ചാണ് പ്രധാനമന്ത്രി രക്ഷപ്പെട്ടത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലാണെങ്കിലും ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിലാണെങ്കിലും ട്രംപ് പറയുന്നതൊന്നുമല്ല നടക്കുന്നത്.
യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രസിഡന്റിന് മുന്നിലിരുന്ന് ഉരുകുന്നത് ലോകം മുഴുവൻ കണ്ടു. ഇസ്രയേൽ ഇറാൻ യുദ്ധം നിർത്തണം എന്ന് ആവശ്യപ്പെട്ട ട്രംപ് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്ന കാര്യം നേരത്തെ അറിഞ്ഞു എന്നായിരുന്നു അത്. ട്രംപ് അറിയാതെ നെതന്യാഹു ഒന്നും ചെയ്യില്ലെന്ന് വ്യക്തമായിരുന്നു. അതേ ട്രംപ് തന്നെ ഇറാൻ പരമാധികാരിയോട് കീഴടങ്ങാനും ആവശ്യപ്പെട്ടു. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ട് വന്നാൽ യുദ്ധം നിർത്താം എന്നായിരുന്നു ആ വാഗ്ദാനം. ഒരു രാഷ്ട്ര നേതാവ് ചെയ്യേണ്ടതും പറയേണ്ടതുമായ കാര്യങ്ങളല്ല ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സ്ഥിരബുദ്ധിയുള്ളവരുടെ നിലയിലല്ല പെരുമാറ്റവും. പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് സൗകര്യം ഒരുക്കിയാലും ഇല്ലെങ്കിലും ഇന്ത്യയെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. ഈ യുദ്ധത്തിൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നാണത്. ഇന്ത്യ ഇപ്പോൾ ഏതായാലും ഇറാനൊപ്പം നിൽക്കുന്നില്ല. ചരിത്രപരമായി ഇറാനുമായി നല്ല സൗഹൃദമുള്ള രാജ്യമാണ്. അമേരിക്കയും യൂറോപ്പും ഇറാന് ഉപരോധം പ്രഖ്യാപിച്ച കാലത്ത് പോലും അവിടെ നിന്ന് എണ്ണ വാങ്ങിയ രാജ്യമാണ്. ചബഹാറിൽ തുറമുഖം പണിയാനും അവിടെ നാവിക ബർത്ത് ഉണ്ടാക്കാനുമൊക്കെ ഇറാൻ ഇന്ത്യയെ അനുവദിച്ചതുമാണ്. എന്നാൽ സമീപകാലത്ത് ഇന്ത്യയുടെ അടുപ്പം ഇസ്രയേലുമായാണ്. ആയുധ മേഖലയിൽ അത്ര ശക്തമാണ് ഇരു രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം. ഭീകര പ്രവർത്തനത്തിനെതിരെ ഒന്നിച്ചു പ്രവർത്തിക്കുകയും സൈനിക സഹകരണം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. മാറിയ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇസ്രയേലിനെതിരെ നിലപാട് സ്വീകരിക്കുമെന്ന് പറയാൻ കഴിയില്ല. നിഷ്പക്ഷമാണ് എന്ന് പറയാറുണ്ടെങ്കിലും യുദ്ധം മുറുകിയാൽ എന്താകും എന്ന് അറിയില്ല. ഇന്ത്യ പ്രത്യേകിച്ചൊരു നിലപാടും എടുക്കാതെ നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് എല്ലാ സന്നാഹങ്ങളും ഒരുക്കാൻ ആലോചിക്കുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് എല്ലാ ചിട്ടകളും തെറ്റിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് വിരുന്ന് നൽകുന്നത്. പാകിസ്ഥാൻ ഇങ്ങനെ പരവതാനി വിരിക്കുമ്പോൾ ഇന്ത്യക്ക് നിഷ്പക്ഷമായി തുടരാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.